കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ പോവുകയാണ്. സംഗതി വേറൊന്നുമല്ല, ഒരു സമരം നടത്തണം ഇവിടെ. സമരം നടത്തി ഇവിടെ ആകെ പ്രശ്നമാണെന്ന് വരുത്തി തീർത്ത് അയാൾക്ക് അധികാരം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാനാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രിക്ക് കൂടെ ഉപയോഗിക്കുന്നുണ്ടല്ലേ സർ? അതെ അതെ, അയാൾ വളരെ തന്ത്രപൂർവം ആയിട്ടാണ് നീങ്ങുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിചാരം അദ്ദേഹത്തിന് മാത്രമേ ബുദ്ധിയുള്ളൂ, മറ്റുള്ള ആൾക്കാർക്കൊന്നും ബുദ്ധിയില്ല എന്നുള്ളതാണ്. അയാൾ ഇന്ത്യയിൽ വന്നാൽ അറസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അതുപോലുള്ള പോക്കിരിത്തരം അയാൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഇപ്പോൾ അയാൾ വരണേൻ്റെ ഉദ്ദേശം ഇവിടെ സമരം സംഘടിപ്പിക്കാനാണെന്നാണ് പറയണത്. അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ മുഴുവനും ഒരു നെറേറ്റീവ് വരും, ഇന്ത്യ ഇയാളെ പേടിച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട്. ഈ മനുഷ്യനെ ഇന്ത്യയിൽ എത്ര ജനങ്ങൾ അറിയുന്ന ആർക്കും അറിയില്ല. ഇങ്ങനൊരു വ്യക്തി ഉണ്ടോ എന്ന് ആരും അറിഞ്ഞിട്ടും കൂടിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. മറൈൻ ഡ്രൈവിൽ കോക്രോച്ചുകളുടെ പാർട്ടി സമ്മേളനം നടത്തിയപ്പോൾ ഒരൊറ്റ മനുഷ്യൻ പോലും വന്നില്ല അവിടെ. അപ്പോൾ അത് തന്നെ ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു മെസ്സേജാണ്. പക്ഷേ എന്നിട്ടും നമ്മുടെ മാധ്യമങ്ങളാണ് ഇയാളെ എന്താ പറയുന്നത് ഈ ഊതി വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇത് ആം ആദ്മി പാർട്ടിയായിട്ട് ഇതിന് വളരെയധികം സാമ്യമുണ്ട്. ആം ആദ്മി പാർട്ടി ഇങ്ങനെയാണ് ഈ പാവം അന്നാ ഹസാരേനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ എന്താ കേജ്രിവാൾ, അരവിന്ദ് കേജ്രിവാൾ മുതലെടുത്തു. ഇപ്പൊ അന്നാ ഹസാരയുടെ അടുത്ത് പോയിട്ടുണ്ടോ അതിനുശേഷം? ഡൽഹി മുഖ്യമന്ത്രി ഇയാളെ ഇയാളെ പറയണേ എന്താന്ന് പറയാ, എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് ആൾക്കാർ ഈ കേജ്രിവാളിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അന്ന് തന്നെ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ, അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറയാം, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അണ്ണാ ഹസാരനെ കൊണ്ട് നിരാഹാരം എത്തിക്കാമെന്ന്. കാരണം ആ മനുഷ്യൻ ഇതെല്ലാം വിശ്വസിച്ച് നിരാഹാരം ചെയ്യുന്നു. അയാളുടെ ജീവിതമാണ് നശിച്ചു പോകണമെന്നുള്ളവർ അയക്കറിയില്ല. ഇവൻ ഭയങ്കര കണ്ണിങ് ആൻഡ് ക്രൂക്കഡ് ആണെന്നുള്ള വിവരം മറ്റേ അണ്ണാ ഹസാരയ്ക്ക് അറിയില്ലാണ്. പാവം ഗാന്ധിയൻ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്നതാണ് ഒരു മഹാരാഷ്ട്രയിൽ ഒരു ഗ്രാമത്തിൽ. പാവം ഒരു റിട്ടയർഡ് പട്ടാളക്കാരൻ, അയാൾ ജനങ്ങൾ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഓരോ കാര്യം ചെയ്യണേ. അപ്പോൾ അയാളെ കുപ്പിയിലിറക്കിയ മനുഷ്യനാണ് ഈ എന്താണ് അരവിന്ദ് കേജ്രിവാൾ. അപ്പം അതിനെക്കുറിച്ചൊക്കെ അയാൾ എങ്ങനെ ഉയർന്നു വന്നു എന്നുള്ളത് ഒരു ടെലിവിഷൻ ചാനലിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അയാൾ ഉയർന്നു വന്നത്. പിന്നെ അയാൾക്ക് ഒരു വിശേഷണവും കിട്ടി, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിവിസ്റ്റ് ആയിട്ടാണ് അയാളെ കണക്കാക്കിയത്. ഇയാളെ വേണ്ടാത്ത ചോദ്യം അവിടെ ഇവിടെയൊക്കെ ചോദിച്ച് എന്തെങ്കിലും കൊണ്ടുവന്ന് അത് ഫ്ലെയറപ്പ് ചെയ്യുകയോ ബ്ലോ അപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കും. അങ്ങനെയാണ് ഇയാൾ വന്നത്. അപ്പം അതിൻ്റെ വേറൊരു വേർഷനാണ് ഈ ദീപ്കെ എന്ന് പറഞ്ഞ അഭിജിത്ത് ദീപ്. അല്ല, അതേ പാർട്ടിയിൽ തന്നെയായിരുന്നല്ലോ ആം ആദ്മി പാർട്ടി എന്നുള്ള പേരിൽ കച്ചവടം നടത്താൻ പറ്റൂല. അതുകൊണ്ടാണ് ഈ ഇപ്പൊ കോക്രോച്ച് പാർട്ടി എന്നുള്ള പേര് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ പ്രിയന്റെ അടുത്ത്, ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞ ശ്രീ അയ്യർ ഒരു പുസ്തകം എഴുതിയിരുന്നു. ഞാൻ ആ പുസ്തകം റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. അതൊരു വളരെ സിസ്റ്റമാറ്റിക്കാണ്. ഈ അരവിന്ദ് കേജ്രിവാളിനെ തുറന്നു കാണിക്കുന്ന പുസ്തകമാണ്. അദ്ദേഹം അത് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് വളരെ വ്യക്തമായിട്ടാണ് ആ പുസ്തകം എഴുതിയത്. ഈ ശ്രീ അയ്യർ എൻ്റെ സുഹൃത്താണ് അദ്ദേഹം. പി ഗുരൂസ് എന്ന് പറഞ്ഞ ഒരു പോർട്ടലിൻ്റെ ചീഫ് എഡിറ്ററാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ ഹരമാണ്. ഇറാൻ ഇറാഖ് യുദ്ധത്തെക്കുറിച്ച്, ഇറാൻ അമേരിക്കൻ യുദ്ധത്തെക്കുറിച്ച്, ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ചും തമിഴ്നാട് പൊളിറ്റിക്സ്, ഇതൊക്കെ അദ്ദേഹം വളരെ ആധികാരികമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിനകത്ത് ഈ ആം ആദ്മി പാർട്ടിയുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് മാധ്യമങ്ങൾ, മെയിൻ സ്ട്രീം മീഡിയ അങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നും തൊടൂല. അവർക്ക് പേടിയാണ്. കാരണം സത്യം മറച്ചു വയ്ക്കാനായിട്ടാണല്ലോ എല്ലാവർക്കും താല്പര്യം. അപ്പോൾ ഇയാളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഒരു സമരം നടത്തുന്നുണ്ടല്ലോ, എന്താ ഈ ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട്. അല്ല, ഈ അതിന്റെ സമരം നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അഭിജിത്ത് ദീപ്കെ ഇവിടെ വരുന്നത്. അതിപ്പോൾ ക്യാബിനറ്റ് റീഷഫിൾ നടക്കാൻ പോകും. അടുത്ത ഏതാനും ദിവസം മന്ത്രിസഭ പുനഃസംഘടിക്കും. അപ്പോൾ അതിനകത്ത് ധർമ്മേന്ദ്ര പ്രധാൻ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നൊന്നും അല്ല, ഇതിപ്പോൾ CBSE സിലബസ് എൻ്റെ CBSE പരീക്ഷ ആൻസർ പേപ്പർ വാല്യുവേഷനിൽ വലിയ അപാകതകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, മറ്റേ മെഡിക്കൽ കോളേജിലേക്കും ഡെൻ്റൽ കോളേജിലേക്കുള്ള അണ്ടർ ഗ്രാജുവേറ്റ് ടെസ്റ്റുകൾ നടത്തിയത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 23 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ വഴിയാധാരായി എന്ന് പറഞ്ഞാൽ അവരുടെ ഹോൾ എഫേർട്ട് വെൻ ടു ദ ഡോഗ്സ്. അത് ആൾക്കാരെ കൊണ്ടുപോകാൻ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ആ ഒരു സംഭവം. അത് മാത്രമല്ല,
അപ്പോൾ മൂന്നാമത്തെ സംഭവം കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ക്യൂട്ട് 26 അതും വഴിയാധാരമായി. 16 ലക്ഷം കുട്ടികൾ എഴുതിയിൽ പലയിടത്തും പരീക്ഷ എഴുതാനായിട്ട് പറ്റിയില്ല പലർക്കും. ഈ എന്താ കമ്പ്യൂട്ടറുമായിട്ട് ഫെസിലിറ്റി ഇപ്പം അതിനെ കുറിച്ചിട്ട് ഒരു 17 വയസ്സുള്ള ഒരു എത്തിക്കൽ ഹാക്കർ ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. ഈ എന്താ ഈ CUET പരീക്ഷ നടത്താനായിട്ടുള്ള ചുമതല ഒരു ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിക്കാണ് നടത്തിയതെന്നും ആ കമ്പനിയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഈ എന്താണ് പറയുന്നത് ടെൻഡർ വിളിക്കില്ലേ, അതിന് വേറെ പേരുണ്ട്, എന്താണ് റിക്വസ്റ്റ് ഫോർ ഇൻട്രസ്റ്റ്, അതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വ്യത്യാസം വരുത്തി വളരെ മാറ്റങ്ങൾ വരുത്തി. കാരണം ഈ കമ്പനീനെ പണ്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള പരീക്ഷകളൊന്നും നടത്താതിരിക്കാൻ വേണ്ടി. അതിനെ വെള്ളം ചേർത്ത് ഈ കമ്പനിക്ക് അവാർഡ് എന്താണ് പറയുന്നത്, ഈ കോൺട്രാക്ട് കിട്ടാൻ പാകത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്തു എന്നാണ് പറയുന്നത്. നമ്മൾ 2 എഡിറ്റോറിയൽ ചെയ്തിരുന്നു. സുനിൽ വളരെ ഗംഭീരമായിട്ടൊരു എഡിറ്റോറിയൽ ചെയ്തിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിന് വാർണിംഗ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ഒരു അട്ടിമറിയുടെ ശ്രമമാണ്, നമ്മൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പം അത് ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഒരു പോരായ്മയായിട്ട് തന്നെയാണ് പറയുന്നത്. നമുക്കിപ്പോൾ രാഷ്ട്രീയമായിട്ടൊന്നും ആരോടും വെറുപ്പോ അല്ലെങ്കിൽ ശത്രുതയൊന്നുമില്ല. പക്ഷെ സത്യം പറയണമല്ലോ, വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല 2024 നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. ആ പരീക്ഷയ്ക്ക് ലീക്കായ അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്ത് കൊടുത്ത ആൾ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ഇപ്പോൾ അയാൾ ആ സ്കൂളിൻ്റെ ഡയറക്ടറാണ്. ജാർഖണ്ഡിൽ ഹസാരിബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എക്സമുൽ ഹക്ക് ഓർ സംതിങ് എന്നൊരു പേരാണ്, ഒരു മുസ്ലിമാണ്. അയാളുടെ ഒപ്പം തന്നെ അറസ്റ്റ് ചെയ്ത 4 പേരും മുസ്ലിംസാണ്. അപ്പോൾ ഇയാളത് കഴിഞ്ഞ് വന്നപ്പോൾ സ്കൂളിൽ തിരിച്ചു വന്നപ്പോൾ ഇയാൾ സ്കൂളിൻ്റെ ഡയറക്ടറായി. ആ സ്കൂളിലെ ചെയർമാൻ വരെ അറസ്റ്റ് ചെയ്തു ഈ പ്രശ്നത്തിൽ. അപ്പോൾ ഇത് ഒരു വലിയ സാങ്കേതിക മികവൊന്നുമല്ല. ഒരു പരീക്ഷ നടത്തണം, ആ പരീക്ഷ നടത്താനായിട്ട് കഴിവില്ല എന്നുണ്ടെങ്കിൽ കഴിവുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് ഗവൺമെൻറ്റിന് വളരെയധികം ചീത്തപ്പേരുണ്ടാക്കിയ 3 സംഭവങ്ങളാണിത്. അപ്പോൾ അതിന് എതിരെ സമരം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഓൾറെഡി സമരം നടത്തുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഏതായാലും ധർമ്മേന്ദ്ര പ്രധാൻ ചിലപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട് ഈ ഒരു പ്രശ്നത്തിൽ. അപ്പോൾ അയാളെ മന്ത്രിസഭയിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മനുഷ്യന് അതിൻ്റെ ക്രെഡിറ്റ് പറയാം. ഞാൻ സമരം നടത്തുന്ന പറഞ്ഞപ്പോഴത്തേക്ക് അവർ മന്ത്രിസഭയിൽ നിന്ന് അയാളെ ഡ്രോപ്പ് ചെയ്തു. അയാളുടെ പേരിൽ വേറെ കേസുണ്ട്. പൂനെയിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി, അതറിയില്ലേ? പൂനെയിൽ എന്തോ ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഡൽഹി നമ്മുടെ കാശ്മീരിന്റെ ഇഷ്യൂ വന്നിട്ട് 370 ആർട്ടിക്കിൾ 370 സസ്പെൻഡ് ചെയ്തപ്പോൾ അത് നീക്കം ചെയ്തപ്പോൾ ഡൽഹിയിൽ സിറ്റിൻ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തി, അവിടെ പ്രകോപനപരമായ പ്രസംഗം നടത്തി എന്നൊക്കെ ഉള്ളത്. അത് ഇനിയിപ്പോൾ അത് കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ അയാളെ മിക്കവാറും അറസ്റ്റ് ചെയ്യും തീർച്ചയായിട്ടും. അപ്പോൾ ഇയാൾക്കെതിരെ ക്രിമിനൽ കേസാണ് ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ കേസാണ് ഉള്ളത്. അങ്ങനെയുള്ള ഒരാൾ രാജ്യത്ത് അത് പേടിച്ചിട്ടാണ് അമേരിക്കയിലേക്ക് പഠിക്കാൻ പോയതെന്നും പറയുന്നു. അതെ, ഈ സമയത്ത് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാവർക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അമേരിക്കയാണ് അവസാന അഭയകേന്ദ്രം. ഇപ്പോൾ കാരവൻ എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു. അതിൻ്റെ പത്രാധിപര് ഒരു മലയാളിയാണ്, വയനാട്ടുകാരൻ, ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ അയാളാണ് ഈ കാരവനിൽ വേണ്ടാത്ത ന്യൂസ് മുഴുവൻ കുത്തിക്കയറ്റി എന്താ പറയുക ഗവൺമെൻറ്റിനെതിരെ ഏറ്റവും കൂടുതൽ ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് അവസാനം അയക്ക് ഇവിടെ നിൽക്കക്കള്ളിയിലാണ്ട് വന്നപ്പോൾ അമേരിക്കയിലാണ് അയാൾ ഇപ്പോൾ പോയിരിക്കുന്നത്. അയാൾ അമേരിക്കയിൽ കുടിയേറി പാർത്തിരിക്കുക. എന്നിട്ട് ഞാൻ ഒരിക്കലും വിഷ്വലിൽ കണ്ടു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയെ സന്ദർശിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിനെതിരെ പ്രകടനം നടത്താനായിട്ട് ഇയാൾ നടക്കുക പിരിവിന് വേണ്ടിയിട്ട്. അവൻ്റെ പേര് എന്തൊരു ജോസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഞാൻ അയാളുടെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചു അയാൾ എവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ കുറേ നാൾ കേരളത്തിൽ ലിറ്റററി ഫെസ്റ്റിവലൊക്കെ നടത്തിക്കൊണ്ടിരുന്നു, വയനാട് ലിറ്റ് ഫെസ്റ്റ് ഒക്കെ നടത്തി, അതൊക്കെ കൊളാക്കി അവസാനം ഇവിടുന്ന് എന്താ തിരിമറിയൊക്കെ നടത്തി രക്ഷപ്പെട്ട അങ്ങനെയുള്ള ആൾക്കാർ രക്ഷപ്പെട്ടിട്ട് അവിടെ പോയാലും ചില കഥാപാത്രങ്ങൾ പ്രത്യേകിച്ച് പത്രപ്രവർത്തകർ ഇപ്പം രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് പലപ്പോഴും ടെലിവിഷൻ ചാനലുകളിൽ വരാണ്ട് എത്ര അയാളെ ഒരു പത്രത്തിൽ നിന്ന് കള്ളത്തരം കാണിച്ചതിന് ഡിസ്മിസ് ചെയ്തതാണ്. പിന്നെ അയാളൊരു മുൻ രാഷ്ട്രപതിയുടെ മകൻ്റെ ശുപാർശയോടുകൂടി വേറൊരു പത്രത്തിൽ ജോലി കയറി. അവിടെ പോയി കഴിഞ്ഞാൽ ഈ എന്താ പറയുക ആടിയ കാലും പാടിയ വായും വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ പോയി കുഴപ്പമുണ്ടാക്കി അവരും പിരിച്ചുവിട്ടി. പണ്ടാൾക്കാരിൽ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഉപരി രാഷ്ട്രീയ നിരീക്ഷകനായി ചാനൽ ചർച്ചകളിൽ സജീവമായിട്ടിരിക്കുകയാണ് അയാൾ.
അങ്ങനെയുള്ള കുറേ ജന്മങ്ങളുണ്ട് സർ. അതിലേക്ക് ഒരുത്തനും കൂടെ വരികയാണ്. അഭിജിത്ത് ദീപ്കെ ഇവിടെ വന്നിട്ട് എന്തായാലും ഡൽഹി പോലീസിന്റെ ഉണ്ട തന്നെയായിരിക്കും ചിലപ്പോൾ വിധി. അത് മിക്കവാറും തിഹാർ ജയിലിൽ ഇരിക്കേണ്ടി വരും. ഇപ്പൊ ഉണ്ടല്ലേ, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് പലരും പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗോതമ്പുണ്ടയും അതൊന്നും അല്ല കൊടുക്കണം, നല്ല ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി കിട്ടും ജയിലിൽ. സുഖവഴിയല്ലേ. ഇപ്പൊ ആരാ ജയിലില് കിടക്കുന്നവര്, ഇതൊക്കെ ജയിലിൽ കിടന്നിരുന്നവരായിരിക്കുക തിഹാർ ജയിലില്. കനിമൊഴി, എ രാജ, പി ചിദംബരം, പിന്നെ ചിദംബരത്തിന്റെ ചെറുക്കൻ കിടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാർത്തി ചിദംബരം. അങ്ങനെ കുറെ പേര് വിഐപികള് ജയിലിൽ കിടക്കണ്ടല്ലോ. നല്ല സെറ്റപ്പ്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോ ആരോ ഒരു കാർട്ടൂൺ വരച്ചാണ്, ഞാൻ അടുത്ത തവണ നമുക്ക് ക്യാബിനറ്റ് കൂടുമ്പോ കേന്ദ്ര തിഹാർ ജയിലിൽ കൂടാവുന്നതാണ്. ശരിയാ.